ഒരു മുതൽ മുടക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുതലായിട്ട് ഏകദേശം 1 കോടിയോളം രൂപ വരുന്ന വാഹനം തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതെ, ഓക്കെ, അങ്ങനെയാണ് എനിക്കൊരു വലിയ വീട് വെച്ചോളി. പക്ഷെ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഈ ഒരു നൂർ ഹബീബ് കൊണ്ട് പേഴ്സണൽ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇപ്പൊ ഒരു കാര്യം, ഈ മക്കളെ കെട്ടിച്ചതിൽ പൈസ ബാക്കിണ്ടായിരുന്നു. ഈ മക്കളെ കെട്ടിച്ചതിൽ പൈസ ബാക്കിണ്ടായിരുന്നു. ഈ മക്കളെ കെട്ടിയ പൈസ ബാക്കിണ്ടായിട്ട് ആ പൈസ കൊണ്ടാണ്. അതെ സുഹൃത്തുക്കളെ, ഇന്നൊരു ഇന്റർവ്യൂ വീഡിയോ ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന നമ്മുടെ നൂറെ ഹബീബ് തങ്ങളുമായി ഒരു ഇന്റർവ്യൂ നടത്താൻ പോവാണ്. അത്യാവശ്യം വലിയൊരു ലെങ്ത് പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ലെങ്ത് വരികയാണെങ്കിൽ 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഒരു ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ വരികയാണെങ്കിൽ 2 പാർട്ടായിരിക്കും വീഡിയോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും 2 പാർട്ടും കാണണം. ഓക്കെ, രണ്ടാമത്തെ പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ ആ ഒരു സംശയം ഞാൻ ഏറ്റെടുത്ത് ഞാൻ അദ്ദേഹവുമായി നേരിട്ടൊരു ഇൻ്റർവ്യൂ നടത്താൻ പോവാണ്. അതിൽ A to Z കാര്യങ്ങളുണ്ടാവും. അദ്ദേഹം മതം വിറ്റിട്ട് ജീവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്ത്രീകളെ വശീകരിച്ചിട്ടാണോ, പല കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട് ഒരുപാട് കമൻറ്റും വന്നിട്ടുണ്ട്. ഇതൊക്കെ കോർത്തിണക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ നേരെ പോവാണ്. ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോ ലെങ്ത് കൂടുകയാണെങ്കിൽ 2 പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നേരെ ഇന്റർവ്യൂ. തങ്ങളെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. ഞാൻ ഇന്ന് സമൂഹം നിങ്ങൾക്കെതിരെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഉത്തരം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ മുന്നേ ഒരു ചോദ്യം, ഞാൻ പരിചയമില്ല. എന്റെ പേര് സജാദ് എന്നാണ്. മണ്ണാർക്കാട് സ്വദേശി പുല്ലുശ്ശേരി പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ സെയിം ഒരു നാട്ടുകാരാണെന്നാണ് എന്റെ ഒരു തരങ്ങൾ കൊടുക്കാട്ടാണ്. ഞാൻ പുല്ലുശ്ശേരിയാണ്. അല്ല, ഞാൻ പെറ്റോന്ന് മല്ലടി കേട്ടോ, മണ്ണാർക്കാട് അറിയാം. ഇനി എന്റെ ആദ്യത്തെ ചോദ്യം, ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ ഒരു ആത്മീയ മജ്ലിസ് ഓൺലൈനിലായിട്ടാണല്ലോ തുടക്കം, അല്ലെ? തീർച്ചയായിട്ടും 2019 തോന്നുന്നു, കൊറോണന്റെ അവസാനം. ഓക്കെ. അതിന്റെ മുമ്പ് ഒരുപാട് ഇന്റർവ്യൂല് തങ്ങൾ ഒരുപാട് സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാണ്. അതിന്റെ അല്ല, പേഴ്സണൽ മാത്രമല്ല, നിങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കണം. തീർച്ചയായിട്ടും അത് ഞാൻ പേഴ്സണൽ എന്ന് മീൻ ചെയ്യുന്നത് എന്റെ പ്രേക്ഷകർ കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനു മുമ്പ് തങ്ങൾ എവിടെയായിരുന്നു, എന്തായിരുന്നു ജോലി, അതൊക്കെയാണ് എനിക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഞാൻ ഒരുപാട് വർഷമായി ചികിത്സ. ഒരുപാട് വർഷം ചികിത്സ എന്ന് പറയുമ്പോൾ എനിക്ക് അതിനൊരു ആത്മീയപരമായിട്ട് ആത്മീയ ചികിത്സ അത് ഞാൻ പഠിച്ചത് നമ്മള് ഇസ്ലാമിക വിശ്വാസികൾ പറയുമ്പോൾ അസ്മായിന്റെ ചികിത്സ. അത് ഞാൻ പഠിച്ചത് PMS പൂക്കോയ തങ്ങളെത്തുന്ന മഞ്ചേരി പന്തലൂര് തങ്ങളെത്തുന്നാണ്. ഞാൻ കുറെ വർഷം അവിടെ ഉണ്ടായിരുന്നു, മഞ്ചേരി പന്തലൂർ ഉണ്ടായിരുന്നു. ഞാന് പിന്നെ ഒരുപാട് വിഷമം അനുഭവിച്ച ഒരാളാണ്. എന്റെ ശരിക്കുള്ള സ്വദേശം മണ്ണാർക്കാട്. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വാപ്പ മരണപ്പെട്ടു, ഉമ്മാനെ വേറെ കല്യാണം കഴിച്ചു. ആരും നോക്കാണ്ടായിട്ടില്ല, ആരും നോക്കാൻ ഉണ്ടായിട്ടില്ല. ഒരു റമദാൻ വരുമ്പോ എല്ലാ മക്കളെയും എന്ത് ചെയ്യും, ഉമ്മമാരെ വീട്ടിൽ കൊണ്ടുപോകും. ഞങ്ങളെ കൊണ്ടുപോകാൻ എന്തില്ല, ഒരു വീടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം യത്തീം ഖാനിന്റെ കലണ്ടർ വെക്കുന്ന സമയത്താണ് മഞ്ചേരി പന്തല്ലൂര് എന്തെയ്യുടെ കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങളെ നമ്മള് പരിചയപ്പെടും. ചുരുക്കി പറയാട്ടോ, തോന്നെ പറയുകയാണെങ്കിൽ മണിക്കൂർ നമുക്കത് ഒരു പുസ്തകം തന്നെ ഇറങ്ങുന്നുണ്ട്, നമ്മളെ ജീവചരിത്രം ചുരുക്കി പറയാം. അങ്ങനെ ഞാൻ തങ്ങളടുത്ത് എത്തിപ്പെട്ടു. അൽഹംദുലില്ലാ, അവൾ ചികിത്സ പഠിച്ചു. തങ്ങളെ കൂടെ കുറെ കാലം ബാംഗ്ലൂര്, മൈസൂരൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് എന്ത് ചെയ്യുന്നത്, വയനാട് എത്തിപ്പെടുന്നത് ഒരു അഡ്രസ്സിന് വേണ്ടി. അങ്ങനെ വയനാട് എത്തി, അവിടുന്ന് കല്യാണമൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ, 23 കൊല്ലം എവിടെ ജീവിച്ചു? വയനാട് ജീവിച്ചു. അതില് അന്നും എന്തുണ്ട്, കൂലിപ്പണി എടുത്തിട്ടുണ്ട്. ചികിത്സ ഉണ്ട്, അന്നുണ്ട് ചികിത്സ. അന്ന് പന്തും കളിച്ചിരുന്നു, ഒരു കോച്ച് വരുന്നു. അന്നും എന്തെങ്കിലും അവിടെ അന്വേഷണങ്ങൾക്ക് മനസ്സിലാവും. ആ പ്രായത്തിലും പന്ത് കളിച്ച് അതല്ലെങ്കിൽ ടൂർണമെന്റ് വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ക്യാൻസർ രോഗികൾക്കും പാവങ്ങൾക്കും അന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ചെയ്തു. അത് അവിടെ പോയി അന്വേഷിച്ചാലും മനസ്സിലായില്ലേ? അപ്പോ അവിടെ ഞാൻ പല ആളുകളും നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തുണ്ട്, ഞാൻ ടാക്സി ഡ്രൈവറാ അല്ലേ, ഒരുപാട് കിട്ടുന്നുണ്ട്, ആരോപണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അന്നും എനിക്ക് ചികിത്സ ഉണ്ട്, അന്നും എനിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-20 കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്തുണ്ട്. പക്ഷെ ഇജാസത്ത് എന്നൊരു സംഭവം ഉണ്ട്, തങ്ങളെ കയ്യിൽ നിന്ന്
അത് മൂപ്പര് മരിക്കണതിന്റെ മുന്നേ എനിക്ക് കിട്ടിയത്. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യും, ആരെങ്കിലൊക്കെ എന്ത് ചെയ്യും വീട്ടില് വരും. ആ അങ്ങനെ എന്ത് ചെയ്യും. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഷിഹാബ് എന്ന പേര്, തങ്ങളെ പിന്നെ എൻ്റെ വണ്ടിക്ക് അടവടക്കാൻ പറ്റുന്നില്ല, എൻ്റെ ടാക്സിക്ക് അടവടക്കാൻ പറ്റുന്നില്ല, അപ്പൊ അതുകൊണ്ട് എൻ്റെ വണ്ടി നിങ്ങൾ എടുക്കണം, വിലക്ക് വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വിലക്ക് വാങ്ങിയ വാഹനത്തിന്റെ മുന്നിൽ വെച്ച് എടുത്ത്, ആദ്യമായിട്ടൊരു വാഹനം എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കൂലേ, അങ്ങനെ എടുത്ത വാഹനത്തിന്റെ ഫോട്ടോ ആണ് ഞാൻ ടാക്സി ഡ്രൈവറാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, പ്രചരിപ്പിക്കണത്. ആ രണ്ടാമത് ഇതേപോലെ തന്നെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്ത് ചെയ്തു, ഓട്ടോറിക്ഷ എടുത്തിരുന്നു. അവനക്കും ഈ അവസ്ഥ വന്നത്. ആ ഓട്ടോറിക്ഷ നമ്മളെന്തായി, നമ്മൾ വിലക്ക് വാങ്ങി. എനിക്ക് ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയില്ല. ഞാൻ എന്തോ നിങ്ങളെ ബോധിപ്പിക്കല്ല, നിങ്ങൾ ആരോപണങ്ങൾക്ക് മറുപടിയാ തരുന്നത്. ഞാൻ ഈ സമൂഹത്തെ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്താ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. വയനാട് ജില്ലയിൽ പൊതുജന പഞ്ചായത്തിൽ ഞാൻ എപ്പോഴെങ്കിലും ഓട്ടോ ഓടിച്ചിക്കണമെന്ന് ചോദിച്ചാല് ഞാൻ എന്തില്ല, ഒരു ഓട്ടോ ഓടിച്ചിട്ടില്ല, ഒരു ടാക്സി ഡ്രൈവറും ആയിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഇതാണ് ഇപ്പോ പിന്നെ ഈ ഒരു 2019 കൊറോണ സമയത്ത് വരുന്നതിന്റെ മുമ്പ് സെയ്ദ് പോയ തങ്ങളുടെ ഒരു പഴയ കാലം അല്ലെ. 2019 ആ കൊറോണ സമയത്താണ് ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന ആത്മീയ മജ്‌ലിസ് തുടങ്ങുന്നത്. അപ്പൊ തങ്ങൾ തന്നെ പറഞ്ഞു, ഇതിനു മുമ്പ് വളരെ പരിതാപകരമായിട്ട് സാമ്പത്തികമായി വളരെ പിന്നോക്കമായി ജീവിച്ചൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു. ഇപ്പൊ 2019 ഈ കൊറോണ സമയത്തിന് ശേഷം അന്നത്തെ പഴയ കാലത്തെ ജീവിതവും ഇപ്പോഴത്തെ കാലത്തെ ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി റിയാലിറ്റി തോന്നുന്ന സംഭവം, അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവലിൽ തോന്നുന്ന സംഭവം ഇപ്പോഴത്തെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി? ഇല്ല, എല്ലാവർക്കും തോന്നും. നമ്മള് കളവ് പറയരുത്, ഉള്ളത് എന്ത് ചെയ്യണം, പച്ചക്ക് പറയണം. പക്ഷേ അന്നും ചികിത്സ എനിക്കുണ്ട്, അന്നും ചികിത്സ ഉണ്ട്. ഈ ചികിത്സ അന്ന് വായക്കാട്, ഈ പിന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-8 കൊല്ലം ഞാൻ വായക്കാട് ഉണ്ടായിരുന്നു. വായക്കാട് കണ്ണിയത്ത് ഉസ്താദിന്റെ നാട്ടില് ആ പള്ളി. അന്നും എനിക്ക് എന്തുണ്ട്, ഈ ചികിത്സ ഉണ്ട്, അന്നും ചികിത്സ ഉണ്ട്. പിന്നെ ഈ കൊറോണ സമയത്ത് പിന്നെ ആളുകൾ പുറത്തിറങ്ങലില്ലല്ലോ. പക്ഷെ അന്നും അൽഹംദുലില്ലാ എന്റെ കയ്യിൽ എന്തുണ്ട്, സ്വിഫ്റ്റ് വണ്ടി ഉണ്ട്. അന്നും എന്റെ കയ്യിൽ എന്തുണ്ട്, സ്വിഫ്റ്റ് വണ്ടി അന്നും എന്റെ കയ്യിൽ അൽഹംദുലില്ലാ. അതിന്റെ മുന്നേ A-സ്റ്റാർ വണ്ടി ഉണ്ടായിരുന്നു, അതിന്റെ മുന്നേ എന്തായിരുന്നു, അൾട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ചികിത്സക്കൊന്നും എന്തുണ്ടായിരുന്നില്ല, ആളുകൾ കുറവ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം പിന്നെ ഈ കൊറോണ വന്ന സമയത്ത് പല ആളുകളും യൂട്യൂബിലും ഇതിലൊക്കെ എന്താക്കി ലൈവ് തുടങ്ങി. അവർ തുടങ്ങിയപ്പോ സ്വാഭാവികമായിട്ട് ഞാനും തുടങ്ങി. അള്ളാഹു എന്താക്കി അന്ന് ഈ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു. അന്നും ക്യാൻസർ രോഗം അന്ന് കിട്ടുന്നതിലൊരു ഭാഗം എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കും. അതുകൊണ്ട് ഓലൊക്കെ ദുആന്റെ ബർക്കത്തോട് പഠിച്ചു എന്താക്കി ഇന്നായിട്ട് വളർത്തി. അതാണ് ഇതിൽ സംഭവിച്ചത്. മനസ്സിലായി? അങ്ങനെയാണ് നൂറെ ഹബീബ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവമായിട്ട് മാറിയത്. മനസ്സിലല്ലേ? പിന്നെ ഒരിക്കലും ഈ നൂറെ ഹബീബിന്റെ ഈ പേര് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അതൊക്കെ റബ്ബിന്റെ ഇത് ഞാനിപ്പോഴും ചിന്തിക്കുന്ന പഠിച്ചോണ്ട് ഇത് എവിടുന്ന് എനിക്ക് ഈ പേര് കിട്ടി. മനസ്സിലായില്ലേ? പിന്നെ സ്വലാത്തുൽ ഫാത്തിഹ്, ഒരു സ്വലാത്ത് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് ആർക്കും അറിയില്ലായിരുന്നു. നിങ്ങള് ഇത് നമ്മളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പുറം ലോകം ശരിക്ക് അറിഞ്ഞത്. ഇപ്പൊ എല്ലാ ഉസ്താദുമാരും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇജാസത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ എന്തുണ്ട് കേരളത്തില് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഈ സ്വലാത്തുൽ ഫാത്തിഹ് കേരളത്തിന് പിന്നെ ഇതിന്റെ പവിത്രത പരിചയപ്പെടുത്തിയത് നിങ്ങളാണ്? ഞാനാണ്. അത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, അഭിപ്രായ വ്യത്യാസമില്ല. അത് ഇജാസത്ത് കൊടുക്കണമെങ്കിൽ ഒരുപാട് എന്തുണ്ട്, കടമ്പകള് നമ്മുടെ. പക്ഷെ അത് എവിടുന്ന് കിട്ടി എന്ന് പല ആളുകളും അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, പബ്ലിക് പറയാൻ പറ്റൂല. അങ്ങനെയാണ് സ്വലാത്തുൽ ഫാത്തിഹ്. ഇന്ന് കേരളത്തില് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഇജാസത്ത് കൊടുക്കുന്നത് അള്ളാഹു തന്ന ഒരാളിൽ ഞാനാണ്. മറ്റുള്ളവർ കൊടുക്കണ്ടോ എന്നുള്ളത് എനിക്കെന്തില്ല, അറിയില്ല. ഇത് ഇജാസത്ത് വാങ്ങി ചെല്ലുന്നത് കൊണ്ടാണ് ഇവിടെ വരുന്ന ചികിത്സക്കാർക്ക് അള്ളാഹു ഒരുപാട് പവിത്രത കൊടുക്കുന്നു. ഇപ്പോൾ ഓൺലൈനിൽ ഈ ഒരുപാട് യൂട്യൂബേഴ്സ് നിങ്ങൾക്കെതിരെ പലതരത്തിലുള്ള ക്രൂരമ്പങ്ങൾ മെയ്യുന്നുണ്ട്. അത് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തങ്ങൾക്കെതിരെ ഒരുപാട് സംഭവങ്ങൾ. അതിനൊക്കെ അവർ വെല്ലുവിളിച്ചിട്ടാണ് പറയുന്നത്,
തങ്ങൾക്ക് പിന്നെ ധൈര്യമുണ്ടെങ്കിൽ അതൊക്കെ തെളിയിക്കാമെന്നുണ്ട്. ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊരു യൂട്യൂബർക്ക് ഈ ഒരു സെറ്റിൽമെന്റിന് വേണ്ടി അഥവാ നിങ്ങൾക്ക് എതിരെ പറയുന്നത് നിർത്താൻ വേണ്ടി 7 ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തു. അതിന്റെ അപ്പുറത്തേക്ക് 10 വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈയൊഴിഞ്ഞു പോയി. 7 ലക്ഷം കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരെ വരുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ വിവാദങ്ങൾക്കൊന്നും അടിസ്ഥാനരഹിതമാണ്, സത്യമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ ഈ ഒരു 7 ലക്ഷം രൂപ കൊടുത്ത് ഈ ഒരു യൂട്യൂബറെ മിണ്ടാതിരിപ്പിക്കുന്നത്? അത് നിങ്ങളെ ചോദ്യം നല്ല അടിപൊളി ചോദ്യമാണ്. അതിന് ആൻസർ കേട്ടോളിട്ടോ. ഇത് ജനങ്ങള് കറക്റ്റ്, ഇതൊക്കെ തന്നെ ജനങ്ങളെ വിമർശനങ്ങൾ. ഇതിപ്പോ നിങ്ങൾ നമ്മളെ കുറിച്ച് അറിഞ്ഞു, ഞാൻ എല്ലാ യൂട്യൂബർമാരും ഇവിടെ വന്നോളി നിങ്ങൾക്ക് സത്യം അല്ലെ, അങ്ങനെയല്ലേ ഇപ്പൊ നിങ്ങൾ വന്നത്? ഞാൻ എല്ലാ യൂട്യൂബർമാരും ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഉണ്ടായില്ല. നേരെ വളരെ സൗമ്യമായിട്ട് നിങ്ങൾ വിളിച്ച് കയറ്റി. കാരണം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നിലവില്. അപ്പൊ ഇത് കേട്ടോളി നിങ്ങൾ. ഞാൻ ഈ ഫേസ്ബുക്ക് ഇത് തുടങ്ങി, ഈ മജ്‌ലിസ് ഞാൻ തുടങ്ങി. അങ്ങനെ എന്താക്കി ജനങ്ങൾ കണ്ടമാനം കൂടി. ഈ ജനങ്ങൾ കണ്ടമാനം കൂടിയപ്പോ കുറച്ച് ആളുകൾക്ക് കുരുപൊട്ടി എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ട് ഒരാളെ വളർച്ച അങ്ങനെ ഞാൻ എന്നെ ചികിത്സ പഠിപ്പിച്ച ഉസ്താദിന്റെ മകനും ഞാനൊക്കെ ബോംബെയിൽ ഉണ്ടായിരുന്നു ചികിത്സയായിട്ട്. പേരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. ബോംബെയിലായിരുന്നു. അങ്ങനെ പിന്നെ ഞാനങ്ങോട്ട് വളർന്നല്ലോ. അള്ളാഹു പിന്നെ എന്ത് ചെയ്തു? വളർത്തി. പക്ഷേ അന്ന് അവിടുന്ന് എടുത്ത ഫോട്ടോസാണ്. അവർ കുറെ അടിക്കുന്ന ഫോട്ടോ കണ്ടില്ലേ നിങ്ങള്? പാന്റ് ഇട്ട ഫോട്ടോ കണ്ടില്ലേ? വെള്ള പാന്റ് ഇതൊക്കെ ഇട്ടിട്ട്. അന്നും ചികിത്സ ഉണ്ടായിരുന്നു. വിവാദങ്ങൾ വന്നപ്പോ എന്റെ ഉസ്താദിന്റെ മക്കളും ഈ പറഞ്ഞ യൂട്യൂബർമാരൊക്കെ എന്തായി? ഒന്നായി, ശത്രുക്കളാ. സ്വാഭാവികമായിട്ട് ഒരാലോചിച്ച് അങ്ങനെ ഇവരെന്തായിട്ട് താഴ്ത്തണം എന്നായി അവരെ ലക്ഷ്യം. അങ്ങനെ ഒരു സുപ്രഭാതത്തില് നേരം വെളുത്ത് നോക്കുമ്പോ ഈ വ്യക്തിന്റെ എന്താണ് എന്റെ വീഡിയോസും അയാളെ വീഡിയോസും എന്റെ ഫോട്ടോസാണ്. അന്ന് എന്നെ കുറിച്ച് ആർക്കും എന്തില്ല, ഒരു അറിവ് ഇല്ല. അന്ന് 47K എന്തുണ്ടായിരുന്നു എനിക്ക്? സബ്സ്ക്രൈബ് അല്ല, ഈ വാച്ചിങ്, ലൈവ് വാച്ചിങ് 47 ഉണ്ടായിരുന്നു. അങ്ങനെ എന്താക്കി ഇവരെന്താക്കി പിന്നെ എന്റെ വളർച്ച കണ്ടപ്പോ ഇവരെന്താക്കി പിന്നെ ഒരു വീഡിയോ ഇറക്കി. കാസർകോട്ടുള്ള ആൾക്കാർ, പേര് നമ്മൾ പറയണ്ട. അങ്ങനെ ഇവർ നിരന്തരം എന്താക്കി വീഡിയോ ഇറക്കി നമ്മളെ കുറിച്ച് മോശമായി. അപ്പൊ എന്താക്കി ഈ എന്നെ അറിയാത്ത ആളുകളൊക്കെ എന്റെ ഗ്രൂപ്പിൽ നിന്ന് പോയി, ലെഫ്റ്റ് ആയി പോയി. അവസാനം എന്താക്കി 5000 അടുത്തെത്തി. 5000 വാച്ചിങ് 40,000 42,000 പോയി, ആളുകൾ പോയി. ഇവരൊക്കെ പറഞ്ഞ് സത്യം ആര് വിശ്വസിച്ചു? എന്റെ കൂടെ ഉള്ളവര് വിശ്വസിച്ചു. അങ്ങനെ എന്താക്കി ഈ കാസർഗോഡുള്ള ആള് വേറെ ആളുമായിട്ട് എന്താക്കി ലിങ്കായി. എന്നിട്ട് ഇവര് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നോമ്പ് നോച്ചിട്ട് റമദാൻ മാസത്തില് ലൈലത്തുൽ ഖദറിന്റെ വെള്ളിയാഴ്ച പറയണത്. ഇവര് പറഞ്ഞത് എന്താ അറിയോ? സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ കുറിച്ചിട്ട് കുറെ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കും. അപ്പൊ എന്താവും? എല്ലാ ആളുകളും എന്ത് ചെയ്യും? എതിരെ വരും. അങ്ങനെ സംഭവിച്ചു. ഇവലെ ആളുകൾ ഇതുകൊണ്ടാണ് അന്ന് സമസ്തക്കാര് കുറച്ച് എതിരെ നിന്നു. ഉള്ള മൊയിലേമാര് മൊത്തം എതിര്, എല്ലാവരും എതിരായിരുന്നു. പക്ഷെ സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവര് എവിടൊക്കെ പോകാൻ പറ്റും എന്നെ കുറിച്ച് വലിയ അന്വേഷണമാണ്. ഇവര് ദിവസം 2-3 വീഡിയോ ഇട്ടിരുന്നത്. ഇവരെന്താട്ടി ഈ വലിയൊരു ഗ്യാങ് എന്താട്ടി എനിക്കെതിരെ പ്രവർത്തിച്ചു. അങ്ങനെ ഇവര് മധ്യസ്ഥം വെച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഞങ്ങള് ഓലിക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ ഇനി ഈ 5000 ആൾക്കാർ പോകില്ല. ഇവര് മുണ്ടാതെന്നാൽ എന്ത് ചെയ്യും? ആള് കൂടും. ഇവര് മുണ്ടാതെന്നാൽ എന്ത് ചെയ്യും? ആള് കൂടും. ഇവരില്ലാത്തതിങ്ങനെ പറയും. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യും? അത് വിശ്വസിക്കും. അപ്പൊ തങ്ങൾ എന്ത് ചെയ്തോളെ? എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്തോളെ. എന്നാൽ ഇവരെന്ത് ചെയ്യും? മുണ്ടാ നിൽക്കും ചെയ്യും. നമ്മളെ മജ്‌ലിസ് എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഒരു മജ്‌ലിസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു 7 ലക്ഷം പേർക്ക് സെറ്റിൽമെന്റ് ആക്കിയെന്നാണ് ഇതിന്റെ ചുരുക്കം. എനിക്ക് ഇനി എന്റെ ആൾക്കാർ പോകാൻ പാടില്ല. എന്നിട്ട് ഒരു വർഷം മുണ്ടില്ല. പഴയ ആളുകൾക്ക് സത്യം എന്ത് ചെയ്തു? മനസ്സിലായി. വയനാട് ജില്ലയില് മുട്ടില് പഞ്ചായത്തില്
മുട്ടിൽ വെച്ചിട്ടാണ് ഒരു റമദാനിന്, അതും ഒരു റമദാനില് ഇവര് 7 ലക്ഷം റുപ്യന്റെ ഒക്കെ വാങ്ങി. അതില് വേറെ ആൾക്കാരുണ്ട്, ഓലിപ്പോഴേക്ക് ഞാൻ പേര് പറയില്ല. അത്രയും ഒരു ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ മോശമാക്കി ചിത്രീകരിക്കാൻ ഒരു ടീം രൂപാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആ ടീം അല്ലെങ്കിൽ നിങ്ങളെ മജ്ലിസ് കാണുന്ന ആളുകൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത ആരോപണങ്ങൾ അവർ പറഞ്ഞിട്ടും നിങ്ങൾ 7 ലക്ഷം രൂപ കൊടുത്തു. 100%. നിങ്ങളെ ഒപ്പം കൂടി നിങ്ങളെ മജ്ലിസിന്റെ ഒപ്പം ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊഴിഞ്ഞു പോക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ 7 ലക്ഷം കൊടുത്തത്. 7 ലക്ഷം കൊടുത്തത്. അത് പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് പെണ്ണിന്റെ സ്ത്രീകൾ വിവാദങ്ങൾ വന്നില്ലേ, പിന്നെ അറിയാത്ത കുറച്ച് ആൾക്കാർ എന്ത് ചെയ്ത് പോയി. ഇപ്പൊ പുതിയ വിവാദത്തില് അതൊക്കെ തിരിച്ചു വരും. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റും നമ്മൾ ഒരു ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയും പേടിക്കുക. പിന്നെ അതുമല്ല, രണ്ടാമത് എന്താക്കി ഈ വ്യക്തികള് 10 ലക്ഷം ചോദിച്ചു. 10 ലക്ഷം റുപ്യ അള്ളാഹിനെ സാക്ഷിയാക്കിട്ട് പറയാം, അള്ളാഹിനെ റസൂല് സാക്ഷിയാക്കിയിട്ട് ലൈലത്തുൽ ഖദ്ർ വെള്ളിയാഴ്ച പറയാം, വീണ്ടും 10 ലക്ഷം ചോദിച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് ആ പൈസ തരൂല, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞവന്. അപ്പോഴാണ് വീണ്ടും അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ഗ്യാങ് ആയിട്ട് ഇറങ്ങിക്കണേ. ഇപ്പോഴും അവരുടെ ടീം തന്നെയാണ് എപ്പോഴും നിങ്ങൾക്കെതിരെ സമീപകാലത്ത് വന്ന വിഷയങ്ങളൊക്കെ അവർ തന്നെയാണ് അഥവാ മറുനാടൻ അടക്കം. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇനി എന്റെ ഒരു ചോദ്യം അതേപോലെ തന്നെ സമൂഹത്തിനുള്ള ചോദ്യമാണ്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് യത്തീം മക്കളെ കുട്ടികളുടെ ഒരുപാട് കല്യാണം നടത്തി കൊടുക്കുന്നു. 75 കുട്ടികളൊക്കെ കഴിഞ്ഞു പോയി. ഇതിലൊക്കെ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ പല വഴിയിൽ നിന്നും നിങ്ങൾക്ക് ഇതിന്റെ ഡൊണേഷൻ ആയിട്ട് ഒരുപാട് നല്ല മനസ്സുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ കോടിക്കണക്കിന് റുപ്യ ജനങ്ങൾ തന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതില് എനിക്ക് കിട്ടുന്നതിൽ നിന്നും പുറത്തൊരാളൊക്കെ ഇത് പിരിച്ചിട്ടില്ല, ആർക്കും തെളിയിക്കാൻ പറ്റില്ല. ഈ കല്യാണത്തിന് വേണ്ടിട്ട് സ്വലാത്തിന് ഇവിടെ വരുന്ന ആളുകളുണ്ടല്ലോ, ആ എന്റെ കൂടെ പറപ്പിങ്ങൾ തരുന്ന ഡൊണേഷനും ഓരോരോ കാര്യങ്ങള് ശരിയായിട്ട് അവര് നേർച്ച വെക്കുന്ന പൈസ അല്ലാതെ വേറെ പൈസ അല്ല. ഈ സമൂഹ വിവാഹത്തിന് വേണ്ടി തങ്ങൾ ഒരു രൂപ പുറത്തുനിന്ന് ഒരാളെ എന്റെ കൂടെ പറപ്പിങ്ങൾ, നിങ്ങൾ മജ്ലിസ് കാണുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതും എങ്ങനെ നമ്മൾ നിർബന്ധിച്ചിട്ട് നിങ്ങൾ തരണമെന്ന് പറയില്ല. ഇവിടെ ഒരു ദിവസം 1000കണക്കിന് ആളുകൾ ചികിത്സക്ക് വരും. അവരിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യും, അവരെനിക്ക് പൈസ തരും. ആ തരുന്ന പൈസയിൽ നിന്ന് ഒരു പൈസ ഞാൻ എന്ത് ചെയ്യും, മാറ്റിവെക്കും. കാരണം ഞാൻ എത്തിയുമായി വളർന്നതാ. എത്തി മക്കളെ വിഷമം എനിക്കറിയാം. ഈ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ ഒരു കാരണമുണ്ട്, അത് ഞങ്ങൾ പറയട്ടെ. ഒരു സഹോദരി പിന്നെ തന്റെ മക്കള് 26 വയസ്സുണ്ട്, മകൾക്ക് കല്യാണം വന്നു, കെട്ടിക്കഴിഞ്ഞൊരു ഗതിയില്ല. 3 പെൺകുട്ടികളാ. നാട്ടുകാരാണ് ചെറിയൊരു വീട് വെച്ചു കൊടുത്തത്, അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പൊ മകളെ കല്യാണം ശരിയായിട്ട് കെട്ടിക്ക ഒരു ഗതിയില്ലാതെ ഒരു മുതലാളിന്റെ അടുത്തൊക്കെ പോയി. ആ മുതലാളി പറഞ്ഞു, നീ എന്റെ കൂടെ കോഴിക്കോട് കറങ്ങാവാ, ഞാൻ നിന്റെ മകളെ കെട്ടിക്കാൻ എന്ത് ചെയ്യാ, സഹായിക്കാം. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ഈ വിഷമങ്ങൾ എന്ത് ചെയ്തു, അടുത്തുള്ള ഒരാളുമായിട്ട് പങ്കുവെച്ചു. അങ്ങനെ അവരെന്ത് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, എന്റെ കൂടെ വാ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ സഹോദരനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് അങ്ങനെ നമ്മൾ എന്ത് കാട്ടി, അവരെ പറഞ്ഞു നമുക്ക് കല്യാണം കഴിപ്പിക്കാൻ. അങ്ങനെ ഞാൻ ലൈവിൽ പറഞ്ഞു കുട്ടികളെ കെട്ടിക്കുന്നുണ്ടെന്ന്. അൽഹംദുലില്ലാ അന്ന് മുതൽ എന്താട്ടി ഫസ്റ്റ് 5-10 കുട്ടികൾ അല്ല നാട്ടുകാരത്ത് പോയിട്ട് ഒരാളെ കയ്യിൽ നിന്നും 10 പൈസ നമ്മൾ പിരിച്ചിട്ടില്ല. ഇപ്പൊ ഇപ്പൊ എന്താ പറയാ 75 പെൺമക്കൾ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തത് ഇപ്പൊ എത്ര വർഷത്തിനുള്ളിലാണ്? ഒരു 2 വർഷത്തിനുള്ളിൽ. 2 വർഷത്തിനുള്ളിൽ ഏകദേശം 75 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഏകദേശം കോടികളിന് മേലെ വരില്ലേ? അപ്പൊ ഇത്രയും നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന നൂറെ ഹബീബിന്റെ ആളുകളിൽ ഇത്രയും കോടി രൂപ നിങ്ങൾക്ക് സംഭാവന ചെയ്തു എന്നല്ലേ എന്റെ അർത്ഥം? തീർച്ചയായിട്ടും. നമ്മൾ സ്വലാത്തിന്റെ ഇവിടെ സ്വലാത്തിന്റെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്ഥാപനങ്ങളില്ല, അതിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തില്ല, ഇവിടെ ഇല്ല. അപ്പൊ ആ സ്വലാത്തിന് കിട്ടുന്ന പൈസ ഞാൻ എടുക്കാൻ പാടില്ല, അത് ഞാൻ എടുക്കാൻ പാടില്ല. അത് എത്തിയ മക്കൾക്ക് തരുന്നതുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ തരുന്നതുണ്ട്. ആ പൈസകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്വലാത്തിന് കിട്ടുന്ന പൈസകളൊക്കെ എത്തിയ മക്കൾക്കും പാവപ്പെട്ടവർക്കുള്ളതാണ്. കാരണം എന്താ വെച്ചാല് നമ്മൾ സ്ഥാപന നാട്ടിലെ പൈസ വാങ്ങിയിട്ട് നമ്മൾ ഉപകരിക്കാൻ പാടില്ല. അപ്പൊ തങ്ങളുടെ വരുമാന സ്രോതസ് എന്താണ്? അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് സലാത്തിന്റെയും മറ്റുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടും കിട്ടുന്ന പൈസ കൊണ്ടാണ് ഒരു ദിവസം 1000കണക്കിന് ആള് വരും ഇവിടെ വരുന്നുണ്ട്. അതില് 500 തരുന്നവരുണ്ട്, 100 തരുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മള് ചില ആളുകളൊക്കെ നമ്മൾ ഒരു 1650 രൂപ ചോദിച്ചു വാങ്ങും. അതെന്താ വെച്ചിട്ടെങ്കിൽ നമ്മള് ഇൻഷാല്ല വ്യക്തമായിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇൻഷാല്ല അങ്ങനെ കിട്ടുന്നതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പകുതി എന്ത് ചെയ്യും, കുട്ടികൾക്ക് മാറ്റി വെക്കും.
അതല്ലാതെ ഒരാൾ മുന്നിൽ ചെന്നിട്ടും ഞാനൊരു നൂറെ ഹബീബ് തങ്ങളാണ്, ഞാൻ കുട്ടികളെ കെട്ടിക്കുന്നുണ്ട്, എനിക്ക് എന്തെടുത്തെന്ന് ഞാൻ ആരോടൊന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളെ ലൈവ് മജ്‌ലിസിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്ത് പിരിക്കുന്നുണ്ടല്ലോ. അത് നമ്മളെ ആളുകളാണ്, അത് നമ്മളെ കൂടെ പറപ്പിങ്ങൾക്ക് വെച്ചതാണ്. കാരണം ഞാൻ ഫോൺ ഒരു മിനിറ്റ്, നമ്മള് അതിൽ ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ട്. നമ്മള് ഫോൺ ഉപയോഗിക്കുന്നില്ല, എല്ലായിടത്തും നമ്മളെ നമ്പർ ഇല്ല. കാരണം ഈ സ്വലാത്തിന് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. കാരണം പുറത്തുള്ള ആളുകൾ നമ്മളെ സഹായിക്കൂല. ഈ സ്വലാത്ത് കാണുന്ന ആളുകളല്ലാതെ വേറെ ആളുകൾ എന്തില്ല, നമ്മൾ സഹായിക്കൂല. ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ പല ആളുകളെയും നമ്മൾ വിളിച്ചിട്ട് ഫോൺ നമ്പർ കിട്ടൂല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ നമ്പർ ഒരു കാര്യം പറയാം. ഈ മജ്‌ലിസ് കാണുന്ന ആളുകൾ എന്ത് ചെയ്യുള്ളൂ, ഈ നമ്പർ ഡൊണേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ ഓൺലൈനായിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കുമ്പോൾ ആരെങ്കിലും ഇത് കണ്ട് എല്ലാവരും പിന്നെ നിങ്ങൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്ക് ഇത് പൈസ എല്ലാ ആളുകൾക്ക് സഹായിക്കണം ഏത് വിധേയനെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു പ്രത്യക്ഷത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ വീഡിയോ കാണുകയും കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് പലതരത്തിലുള്ള അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങളുടെ നൂറെ ഹബീബ് കാണുന്ന ആളുകൾ അല്ലാതെയും നിങ്ങൾക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യാം, സഹായം വരാം. ആരെങ്കിലും ചെയ്തിട്ട് കൊടുക്കട്ടെ, അത് നമ്മൾ ദ്വാരിക്കണം. പിന്നെ അതുമല്ല, പിന്നെ ഏറ്റവും വലിയ വിഷയം എന്താ അറിയാം, ഞാൻ എനിക്ക് കിട്ടുന്നത് തുറന്ന് ഞാൻ എന്ത് ചെയ്യും, പറയും, പറയാറുണ്ട്. ഇപ്പൊ എന്നോട് ഒരുപാട് ആളുകളും മറ്റുള്ളവർ തങ്ങൾക്ക് എന്ത് ചെയ്യരുത്, അത് തുറന്ന് പറയരുത്. ഇത് പറയുന്നത് കൊണ്ടാണ് എന്ത്, ഇപ്പൊ നമ്മൾ പോയി കണ്ട സ്ഥലം പകുതി നമ്മൾ എടുത്തത് 3 ഏക്കർ സ്ഥലം, അതിലും എന്റെ പൈസയാണ് പകുതി. അപ്പോ ഒരുപാട് ആളുകൾക്ക് വീടില്ല. അപ്പൊ 4 സെന്റ് സ്ഥലം കിട്ടിയാല് അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ആ 3 ഏക്കർ സ്ഥലം നമ്മൾ എന്ത് ചെയ്യുന്നത്, പാവപ്പെട്ടവർക്ക് 4 സെന്റ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതും ആ യത്തീം മക്കളെ പേര് പറഞ്ഞിട്ട് അന്ന് കിട്ടിയതിന്റെ ബാലൻസ് പൈസയാണ്. ഇപ്പൊ നിങ്ങൾ വന്ന ഈ വീട് കണ്ടോ, ഈ വീട് 1600 സ്ക്വയർ ഫീറ്റ്.